നമ്മുടെ അമ്പാട്ട് റൈഡും RCB ഒന്ന് കളിയാക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞിരിക്കുകയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 200 ലൈക്കിന് ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങളെല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളൊരു ക്രിക്കറ്റ് ഫാനാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പേരാണ് അമ്പാട്ടി റൈഡുവിൻ്റെ. ഇതിൽ അമ്പാട്ടി റൈഡു മുൻ ചെന്നൈ സൂപ്പർ കിങ്സ് താരം, മുംബൈ ഇന്ത്യൻസ് താരം, അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിന് വേണ്ടിയും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം ചെറുതായിട്ട് കമൻട്രി ടീമിലുണ്ടായിരുന്ന സമയത്ത്, അതായത് വേൾഡ് കപ്പിൻ്റെ മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയും അതുപോലെ തന്നെ ന്യൂസിലൻഡും. ആ ഒരു സമയത്ത് സഞ്ജയ് മഞ്ജരേക്കർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിൻ്റെ കൂടെ കമൻട്രി ടീമിലുണ്ടായിരുന്നു. സഞ്ജയ് മഞ്ജരേക്കർ ആ ഒരു സമയത്ത് RCBയുടെ ചെറിയൊരു വിഷയം എടുത്തിട്ടു. അതായത് RCBയുടെ കഴിഞ്ഞ സീസൺ എന്ന് പറയുന്നത് അത്യാവശ്യം മികച്ചയായിരുന്നു. കഴിഞ്ഞ 5 സീസൺ എന്ന് പറയുന്നത്, അതായത് 4 വട്ടം പ്ലേ ഓഫിൽ കയറി, ഒരു വട്ടം പ്ലേ ഓഫിന് അടുത്ത് വരെ എത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു സഞ്ജയ് മഞ്ജരേക്കർ ആ ഒരു കമൻട്രി ബോക്സിൽ നിന്ന് പറഞ്ഞത്. സോ അത് കേട്ട അമ്പാട്ട് റൈഡു അതെ അത് ശരിയാണ്, അടുത്ത പ്രാവശ്യം എന്തായാലും ക്വാളിഫയർ 2 വരെ RCB എത്തുമെന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് കളിയാക്കി വിട്ടു എന്ന് തന്നെ. ഇത് ഒരു കളിയാക്ക പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. സഞ്ജയ് മഞ്ജരേക്കർ അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇങ്ങനെ പറഞ്ഞത്, എന്തിനാണ് ഇങ്ങനെ പറഞ്ഞതൊക്കെ സഞ്ജയ് മഞ്ജരേക്കർ ചോദിക്കുന്നുണ്ട്. സോ അപ്പോൾ അദ്ദേഹം അത് വിട്ടു എന്ന് തന്നെ പറയാം. സോ എന്തായാലും കമൻട്രി ബോക്സ് അല്ലോ, കമൻറ്റ് ബോക്സ് ആണ് ഏറ്റവും രസകരം എന്ന് പറയുന്നത്. ഇത് RCB ഫാൻസ് പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, അവർ ശരിക്കും അമ്പാട്ട് റൈഡിനെ എടുത്ത് കൊടുത്തു. അതുപോലെ തന്നെ മറ്റ് ചില കമൻസും ഉണ്ട്. അതായത് അമ്പാട്ട് റൈഡിന് സപ്പോർട്ടുമായിട്ട് കുറേയധികം കമൻസ് ഉണ്ട്. അതായത് RCBക്ക് അമ്പാട്ട് റൈഡുവിനെക്കാട്ടിലും, അതായത് RCBക്ക് അമ്പാട്ട് റൈഡുവിനെക്കാട്ടിലല്ല, അമ്പാട്ട് റൈഡുവിന് RCBയെക്കാട്ടിലും ട്രോഫി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ് ബോക്സിൽ ചില ഇത് വന്നിരുന്നു. അതോടെ അത് ഓഫായി. ഈ ഒരു കപ്പില്ലാത്ത ടീമുകളുടെ എല്ലാം പ്രശ്നം ഇതാണ്. ഈ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് വായടക്കേണ്ടതായിട്ട് വരും അല്ലേ. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞാലും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കപ്പിൻ്റെ കാര്യം ഇങ്ങനെ എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വായടയ്ക്കേണ്ട അവസ്ഥയാണ്. നമ്മൾ ആരെ ട്രോൾ ചെയ്യാലും അവർ ഒറ്റ ട്രോളി നമ്മളെല്ലാവരും ഒതുക്കും. അതുപോലെയാണ് RCBയുടെ അവസ്ഥ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് പറയാം. കാരണം ഒരു റൂമിൽ ഇരുന്ന് കുറച്ച് പ്ലേയേഴ്സ് അവരെ വിളിച്ചെടുക്കണം, അങ്ങനത്തെ സംഭവമാണ്. ബട്ട് ഇതങ്ങനെയല്ലോ, ISL അങ്ങനെയല്ലോ. സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം. അടുത്ത